അതൊരു നല്ല അന്വേഷണമാണ്. പല ആൾക്കാരും കല്യാണം ആലോചിക്കുന്ന ചെക്കനെ കുറിച്ച് അന്വേഷിക്കാൻ പോലും പള്ളിയിൽ അന്വേഷിക്കൂല. പള്ളിയിൽ അന്വേഷിക്കുക, പള്ളിയിൽ വരലുണ്ടോ, നിസ്കരിക്കാൻ ഉണ്ടാവുന്നുണ്ടോ, ജമാഅത്തിൽ പങ്കെടുക്കലുണ്ടോ, നല്ലൊരു അടയാളമാണ്. ഒരാളുടെ നിസ്കാരത്തിൽ ശ്രദ്ധ പുലർത്തുന്നുണ്ടെങ്കിൽ അത് മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുന്നവനായിരിക്കും ഇൻഷാ അല്ലാഹ്. 5 നേരം നിസ്കാരം ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ മറ്റു കാര്യങ്ങളിൽ ഇൻഷാ അല്ലാഹ് ശ്രദ്ധയുള്ളവനായിരിക്കും. 2 സ്വഭാവം പൊതുവെ തിരിച്ചറിയാൻ അവന്റെ കൂട്ടുകാരെ നോക്കിയാൽ മതി. കൂട്ടുകാരുടെ സ്വഭാവം എന്താണ്? അതാണ് അവന്റെ സ്വഭാവം. അൽമർഉ അലാ ദീനി ഖലീലിഹി. ഒരുത്തൻ അവന്റെ കൂട്ടുകാരന്റെ സ്വഭാവത്തിലായിരിക്കും. കൂട്ടുകാരെ നോക്കിയിട്ടില്ലെങ്കിലോ കല്യാണത്തിന്റെ അന്ന് എത്ര ആളുകളാണ് അതുകൊണ്ട് അനുഭവിക്കുന്നത്. അത്ര മോശം കൂട്ടുകാരുള്ള ഒരുത്തന്റെ കല്യാണ ദിവസം എത്ര സ്ത്രീകളാണ് നാണം കിട്ട അവസ്ഥയിൽ അവരുടെ വിവാഹങ്ങൾ അവസാനിച്ചത്. വിവാഹത്തിന്റെ ദിവസം അത്ര ഉപദ്രവകാരികളായ കുറച്ച് ആൾക്കാരായിരിക്കും കല്യാണത്തിനൊന്നും അത് തകർക്കുക, നശിപ്പിക്കുക, ആൾക്കാരെ പേടിപ്പിക്കുക, കത്തിക്കുക. നാട്ടിൽ ഇന്ന് കാട്ടിക്കൂട്ടുന്ന കൂത്തുകൾ നിങ്ങൾക്കറിയാൻ കൂടുതൽ പറയുന്നത്. അപ്പോൾ അവരുടെ കൂട്ടുകാരാരാന്ന് നോക്കിയാൽ അവരെ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നാട്ടിലുള്ള വിശ്വസ്തരായ ആൾക്കാരോട് ചോദിക്കുക. നാട്ടിൽ പോയി ഇന്ന് കാലത്ത് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പരാതികൾ വന്നാൽ കല്യാണം മുടക്കുന്ന ആൾക്കാർ കൂടുതലാണ്. വിശ്വസ്തരായ ആൾക്കാരോട് ചോദിക്കുക, സത്യം പറയുന്ന ആൾക്കാരെ കണ്ടെത്താൻ ശ്രമിക്കുക, അവരോട് ചോദിക്കുക. ഇത് രണ്ടും ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് ദീന്, 2 സ്വഭാവം. കുട്ടി വിവാഹം കഴിച്ചു കൊടുക്കും. ഇത് രണ്ടും നോക്കുക. അവരുടെ സ്വഭാവം എന്താണെന്ന് ശ്രദ്ധിക്കുക, അവരുടെ ദീൻ എന്താണെന്ന് ശ്രദ്ധിക്കുക.